ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത വന്നതോടുകൂടി തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലത്തിനിടയിൽ ലഭിക്കാത്ത വലിയൊരു പിന്തുണ ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു വലിയ പിന്തുണ, അല്ലെങ്കിൽ അവരുടെ കമന്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യകർത്താവാണ് ബി.ജെ.പിയുടെ ചുമതലയിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ, കാര്യകർത്താക്കളെ എടുത്തു നോക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ CPM-ന്റെയും, കെ സുധാകരൻ കോൺഗ്രസിന്റെയും, അല്ലെങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്കും, കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ അവരുടെ ഒരു നിലവാരം പരിശോധിക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരേ കാറ്റഗറിയാണ്, ഇവർക്ക് അപ്പുറത്തേക്കൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഏത് തരത്തിലേക്ക്, ഏത് നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങളോട് പച്ചക്ക് തുറന്നു പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ പറ്റാത്ത നേതാക്കന്മാർ മാത്രമാണ് ഇവർ. അപ്പൊ ഇവരുടെ മുന്നിലേക്കാണ് വലിയ രീതിയിൽ ടെക്നിക്കലായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച് ബിസിനസ് രംഗത്ത് വലിയ വിജയം നേടിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു മാസ് എൻട്രി. ഈ മാസ് എൻട്രിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ക്രൈസ്തവ സമൂഹം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ സത്യം എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ പള്ളിയച്ഛന്മാരും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരും പരസ്യമായിട്ട് പ്രസ്താവനകൾ നടത്തി വരുന്നത്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് പറയുന്നു, ലവ് ജിഹാദ് പറയുന്നു. അതോടൊപ്പം തന്നെ PC ജോർജ് കഴിഞ്ഞ ഒരു ആഴ്ചകൾക്ക് മുമ്പാണ് കോട്ടയത്ത് പാലയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തത്. ആ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു 400ഓളം പെൺകുട്ടികളാണ് മീനച്ചിൽ എന്ന് പറയുന്ന താലൂക്കിൽ ലവ് ജിഹാദികളുടെ ഇരകളായി മാറിയത്, അവർ മതം മാറിപ്പോയത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ ഒരു മനോഭാവം ഉണ്ടല്ലോ, കേരളത്തിലെ ഈ സുഡാപ്പി ഇടത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല, ഇങ്ങനെ ഒരു മതം മാറ്റം ഇല്ല എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് PC ജോർജ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രീതിയിലേക്ക് ആ പുള്ളിനെ തള്ളിവിടാതെ കൃത്യമായിട്ട് KCBC അടക്കമുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട കത്തോലിക്ക സഭയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും അദ്ദേഹത്തിന് പരസ്യമായിട്ട് പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇവിടേക്കാണ് ബി.ജെ.പിയെ സംബന്ധിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഹൈന്ദവ സമൂഹത്തിനും ഒരുപോലെ തന്നെ സ്വീകാര്യത, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു നേതാവ് ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലായി, ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്നുള്ള രീതിയിലേക്കുള്ള ആദ്യത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു സ്റ്റെപ്പ് അതിൽ വമ്പൻ വിജയമായി വന്നിരിക്കുകയാണ്. അതിൽ തർക്കമില്ല. അദ്ദേഹം ചുമതല ഏറ്റെടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായിട്ട് വരുന്ന കമന്റുകൾ, പോസ്റ്റുകൾ, ഇതൊക്കെ അത്ഭുതകരമാകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ യുവജനങ്ങൾ പൂർണ്ണമായിട്ടും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉപരിയായിട്ട് പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല സംസ്ഥാനങ്ങളിലും പ്രയോഗിച്ചു പോരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾ മധ്യപ്രദേശിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ഇലക്ഷൻ നടന്നിട്ടുള്ള ഛത്തീസ്ഗഡിലാണെങ്കിൽ പോലും യുവജനങ്ങൾക്ക് വലിയ പ്രാധാന്യം അവരുടെ ഇടയിൽ ലഭിക്കുന്ന നേതാക്കന്മാരെ മുഖ്യമന്ത്രിമാരാക്കാനും സംസ്ഥാന അധ്യക്ഷന്മാരാക്കാനും ബി.ജെ.പി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അണ്ണാമലൈ IPS അല്ലെങ്കിൽ അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളിയുടെ മകൻ വലിയ നിലയിലേക്ക് IPS ഉദ്യോഗസ്ഥ ആ ഒരു പദവിയിലേക്കൊക്കെ വന്ന് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ യുവജനങ്ങളുടെ വിഷനെ അടുപ്പിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മനോഭാവമുള്ള കാര്യകർത്താവിനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തമിഴ്നാട്ടിൽ മാറ്റി. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഈ പാർലമെന്റ് ഇലക്ഷനിൽ സീറ്റുകൾ എണ്ണം എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ 9 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് 2ാം സ്ഥാനത്തെത്താൻ സാധിക്കുകയും ചരിത്രത്തിൽ ആദ്യമായിട്ട് 80 ലക്ഷത്തോളം വോട്ടുകൾ NDA തമിഴ്നാട്ടിൽ നേടുന്ന ഒരു സിറ്റുവേഷൻ എത്തി. കഴിഞ്ഞ വട്ടം NDA നേടിയത് 13 ലക്ഷം വോട്ടായിരുന്നു. അതാണ് ഈ പറയുന്ന 80 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യകർത്താക്കളെ സൃഷ്ടിച്ചെടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ വലിയ തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള ബി.ജെ.പി ഘടകത്തിനെ പരമാവധി അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാ രീതിയിലും ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും സംഘപരിവാർ കേരളത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്
നിലവിലെ കാര്യകർത്താക്കളെ വെച്ചുകൊണ്ട് ഇതിൽ നിന്നൊരു സംസ്ഥാന അധ്യക്ഷനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അടുത്ത വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മാസമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടറിയാം അത് സാധിക്കുന്ന കാര്യമല്ല. കാരണം ഇവിടെ കാര്യകർത്താക്കൾ ആരും മോശക്കാരല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല തരത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷെ ഈ ജനറേഷൻ ഉൾക്കൊള്ളുന്ന തരത്തിലേക്കുള്ള ഒരു മാസമായിട്ടുള്ള ഒരു കൃത്യമായിട്ട് നമ്മുടെ നാടിനെ ഏത് തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു BJP അധ്യക്ഷനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPക്ക് വേണ്ടത്. അത് മുന്നോട്ട് പോകുന്ന സമയങ്ങളും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരിക്കും. കാരണം നമ്മൾ 1975 മുതൽക്ക് ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ സംവിധാനം എല്ലാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2010 ശേഷം ഇതൊന്നും ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ജനറേഷൻ ഉൾക്കൊള്ളുന്ന കാര്യമല്ല. ഈ വെട്ടിക്കൊല്ലുക, ഫ്ലക്സുകൾ തല്ലിപ്പൊളിക്കുക, വീടുകൾ ആക്രമിക്കുക, ബോംബെറിയുക, ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ സ്വഭാവം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ BJPക്കാണെങ്കിൽ CPM-നൊക്കെ ഈ രീതിയിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിരവധി ചെറുപ്പക്കാർ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം വെട്ടിമരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂർ ജില്ലയുടെ ഒരു സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വികസനം എന്ന് പറയുന്ന സംഭവം എത്തി നോക്കാത്ത പാർട്ടി ഗ്രാമങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കാണുകയാണ്. അപ്പോൾ ഇവിടെയാണ് വലിയ തരത്തിൽ ഒരു വിഷൻ ഉള്ള ഒരു കാര്യകർത്താവ് നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാ തരത്തിലും ബിസിനസ് മേഖലയിൽ വമ്പൻ ശക്തിയായി വളരുകയും അത് വമ്പൻ രീതിയിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖരനല്ലാതെ മറ്റൊരാൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിൽ ഈ ഒരു നിലവാരം കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഈ ശശി തരൂരിന്റെ ഒരു പേരൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ ശശി തരൂരിന്റെ ഒരു പ്രവർത്തന രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അതിൽ അദ്ദേഹം ഫെയിൽ ആയിരുന്നു. ബാക്കിയുള്ള കാര്യം അദ്ദേഹത്തിന്റെ സംസാരങ്ങൾക്കും വാക്കുകൾക്കൊക്കെ ജനങ്ങൾ വലിയ മൂല്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യം, മൂല്യം യുവജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഉയർന്നു വരുന്നത്. അതിലൊരു തർക്കമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കൂടി ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ സാധിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു കാറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജിനോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലാണെങ്കിലും നിയമസഭാ ഇലക്ഷനാണെങ്കിലും ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്നുള്ള തർക്കമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. അദ്ദേഹം IT മന്ത്രിയായിരിക്കുന്ന സമയത്തും രാജ്യത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, 10 ലക്ഷത്തോളം IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ബാംഗ്ലൂരിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചൊക്കെ ഇവര് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇവരെ ഏതെല്ലാം തരത്തിൽ നമ്മുടെ രാജ്യത്തിനെ വലിയ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെ അറിയുന്ന വലിയ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കൃത്യമായിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും എന്നുള്ളത് സംശയമില്ല. അതിന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നിലെത്താൻ സാധിക്കണം. അതിനാണ് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു പിന്തുണ കൂടി ഇതിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒന്നിച്ചെത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് വലിയ വിജയത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ തന്നെയാണെന്നുള്ളത് 100% പോലും തർക്കമില്ല.